ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ്. അപ്പോൾ എത്രയൊക്കെ കാലങ്ങൾ മാറിയെന്ന് പറഞ്ഞാലും ചില ആൾക്കാർക്ക് ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ വേണം. അപ്പോൾ നമ്മളിപ്പോൾ വാൾ മൗണ്ടും അങ്ങനെയുള്ള ക്ലോസറ്റുകൾ പല മോഡൽ സിംഗിൾ പീസൊക്കെ നമുക്ക് കുറേയധികം ഉണ്ട്. എങ്കിൽ പോലും ഈ ഇന്ത്യൻ ക്ലോസറ്റിൻ്റെ അകത്ത് പോയി ശീലിച്ചവർക്ക് ഇന്ത്യൻ ക്ലോസറ്റ് തന്നെ വേണമെന്ന് പറയാറുണ്ട്. കാരണം 3-4 ബാത്റൂമുള്ളിടത്ത് ഒരു ഓപ്പൺ സ്റ്റേജുള്ള വീടിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റെയർ റൂമിൻ്റെ ഭാഗത്തൊക്കെ ഇന്ത്യൻ ക്ലോസറ്റ് വേണം എന്ന് നിർബന്ധമാണ് ചില ആൾക്കാർക്ക്. അതേപോലെ ഇവിടെയും അങ്ങനെ നമ്മൾ ഇന്ത്യൻ ക്ലോസറ്റ് സെറ്റിംഗ് ആണ്. അതുകൊണ്ടാണ് പറഞ്ഞത് കാലം മാറുമ്പം കോലവും മാറുന്നു. പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഇതിന് യാതൊരു വ്യത്യാസവും വന്നിട്ടില്ല. അങ്ങനെ നമ്മൾ ഒരു ഇന്ത്യൻ ക്ലോസറ്റ് സെറ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ ബേസ്മെൻറ്റിൽ കൂടെയാണ് ഇതിൻ്റെ പൈപ്പ് പോകുന്നത്. കാരണം ഈ ബാത്റൂമിൻ്റെ അപ്പുറത്തെ സൈഡ് ഒരു ബെഡ്റൂമാണ്. അത് കന്നിമൂലയുടെ സൈഡ് ആയതുകൊണ്ട് നമ്മൾ ബേസ്മെൻറ്റിൻ്റെ അകത്തുകൂടാണ് പൈപ്പിട്ട് പോയേക്കുന്നത്. അതായത് വേസ്റ്റ് വെള്ളം പോകാനും കുളിക്കുന്ന വെള്ളം പോകാനും അതേപോലെ ടോയ്ലറ്റിൻ്റെ ക്ലോസറ്റിൽ നിന്ന് പോകാനുള്ളതും അങ്ങനെ ബേസ്മെൻറ്റിൻ്റെ അകത്തുകൂടാണ് കിടക്കുന്നത്. ആ കാണുന്നതാണ് ഇത്. അത് 4ഉം 2.5 ആണ് കിടക്കുന്നത്. അതായത് 4 ഇഞ്ചിൻ്റെ പൈപ്പും അതേപോലെ 2.5 ഇഞ്ചിൻ്റെ പൈപ്പുമാണ് കിടക്കുന്നത്. അപ്പം നമ്മളിത് നല്ല ഉറച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ ട്രാപ്പ് വെക്കുന്ന ഭാഗത്ത് ക്ലോസറ്റിൻ്റെ ട്രാപ്പ് വെക്കുന്ന ഭാഗത്ത് നമ്മൾ കുറച്ച് കോൺക്രീറ്റ് ഇട്ടിട്ടുണ്ട്. കോൺക്രീറ്റ് ഇട്ടിട്ടാണ് വെച്ചേക്കുന്നത്. കാരണം ഈ ട്രാപ്പ് ഒന്ന് തിരിക്കാനുണ്ട്, ഇതിൻ്റെ അകത്ത് കണക്ഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ വേസ്റ്റ് ലൈനിൻ്റെ ട്രാപ്പ് നമ്മൾ വെച്ചിട്ടുണ്ട്. അതായത് 4x2 ട്രാപ്പാണ് നമ്മൾ ഇവിടെ വെച്ചേക്കുന്നത്. അതിൽ നിന്ന് വരുന്നത് 2 ഇഞ്ചിൻ്റെ പൈപ്പാണ്. കാരണം താഴോട്ടുള്ളത് 2.5 ഇഞ്ചാണ്. അപ്പോൾ നമ്മൾ അതിന് ചെയ്തേക്കുന്നത് 2.5x 2 ബുഷാണ്. അതുകൊണ്ട് ഈ കാണുന്ന ബുഷാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതായത് 2.5x 2 ബുഷാണ് നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്നത്. അതേപോലെ ഷോർട്ട് ബെൻഡാണ് നമ്മൾ ഈ കാണുന്ന 2 ഷോർട്ട് ബെൻഡാണ് 2.5യുടെ. ഇറങ്ങിപ്പോകുന്ന 2.5യുടെ 2 ഷോർട്ട് ബെൻഡാണ് നമ്മൾ ഇട്ടേക്കുന്നത്. 45 അല്ല, ഷോർട്ട് ബെൻഡാണ്. ഷോർട്ട് ബെൻഡിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് ബെൻഡിനെക്കാട്ടി നല്ലതാണ്. അതേപോലെ എൽബോയ്ക്ക് പകരം നമുക്ക് ഷോർട്ട് ബെൻഡ് യൂസ് ചെയ്താൽ മതി. ഷോർട്ട് ബെൻഡിൽ നിന്ന് പോകുന്നത് 2 ഇഞ്ച് പൈപ്പാണ്. നമ്മൾ ബുഷിൽ നിന്ന് നേരെ ഇട്ടേക്കുന്ന 2 ഇഞ്ച് പൈപ്പാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അതേപോലെ ക്ലോസറ്റിൻ്റെ ട്രാപ്പ് നമ്മൾ സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. അത് നേരെ കാണുന്നത് 4 ഇഞ്ചിൻ്റെ 45 പോകുന്നത്. കാരണം ഈ ബേസ്മെൻറ്റിൻ്റെ അകത്തൂടെ പൈപ്പ് കിടക്കുന്നതുകൊണ്ട് നമുക്കിനി അതിൻ്റെ അകത്തൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് നമ്മൾ ട്രാപ്പിൻ്റെ ഭാഗത്തുനിന്ന് വേണം തിരിക്കാൻ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 45 ഇട്ട് നമ്മൾ തിരിച്ചേക്കുന്നത്. അതുമല്ല, ഈ ബേസിൻ്റെ അങ്ങോട്ട് നമുക്ക് ട്രാപ്പ് അടുപ്പിക്കാനും പറ്റത്തില്ല. കാരണം ബേസ്മെൻറ്റിൻ്റെ അവിടെ ബേസ്മെൻറ്റ് കെട്ടിക്കുന്ന പാറ ഇങ്ങോട്ട് തെള്ളി നിൽക്കുകയാണ്. അപ്പോൾ നമ്മൾ ഭിത്തിയിൽ നിന്ന് 1 അടിയാണ് നമ്മൾ ട്രാപ്പ് വെക്കുന്നത്. പക്ഷേ നമുക്ക് 1.5 ഇഞ്ചും കൂടെ നമുക്ക് കൂടുതലായിട്ട് വരുന്നുണ്ട് ഇവിടെ. അങ്ങനെ നമ്മൾ ട്രാപ്പ് വെച്ചു. അതിന് 4 സൈഡ് നമ്മൾ ചാന്തിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. നമ്മളിവിടെ ഉപയോഗിച്ചേക്കുന്ന പൈപ്പുകളും ഫിറ്റിങ്സുകളും കേളയന്ത്രയുടെയാണ്. അങ്ങനെ നമ്മൾ സ്പിരിറ്റ് ലെവൽ നോക്കി നമ്മൾ പൈപ്പ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ചെറിയ രീതിയിൽ നമ്മൾ മണ്ണിട്ട് ഫില്ല് ചെയ്തു. അതേപോലെ ട്രാപ്പിൻ്റെ 4 സൈഡും, അതായത് ട്രാപ്പ് പൈപ്പിലോട്ട് കയറുന്ന ഭാഗത്ത് നമ്മൾ ഗ്രൗട്ട് കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. അതായത് കോട്ടൺ തുണിക്കകത്ത് ഗ്രൗട്ട് മുക്കി നമ്മൾ ചുറ്റി അതിനെ മണ്ടയിൽ ഈ കാണുന്ന പോലെ നമ്മൾ ഗ്രൗട്ട് ചെയ്തിട്ടുണ്ട്. കാരണം ലീക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. എന്നിട്ട് നമ്മൾ വെള്ളം ഒഴിച്ച് നോക്കിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ക്ലോസറ്റ് എടുത്ത് വെച്ചു. അതായത് മണ്ണിൻ്റെ മണ്ടയിൽ നമ്മൾ ഒരു ലെയർ നമ്മൾ ചെറുതായിട്ട് കോൺക്രീറ്റ് ഇട്ടിട്ട് അതിൻ്റെ മണ്ടയിൽ ക്ലോസറ്റ് വെച്ച് പിന്നീട് പാറപ്പൊടിയും നമ്മൾ സിമെൻറ്റും കൂടെ മിക്സ് ചെയ്ത് ചാന്താക്കാതെ നമ്മൾ ഒരു വെള്ളം നനയാത്ത രീതിയിൽ നമ്മൾ മിക്സ് ചെയ്തിട്ട് നമ്മൾ ക്ലോസറ്റിൻ്റെ 4 സൈഡും കുത്തി ഇറക്കി വെച്ചിട്ടുണ്ട്. അതായത് ക്ലോസറ്റിന് നമ്മൾ ചവിട്ടുന്ന ഭാഗത്ത് അതിൻ്റെ ഉള്ളിലോട്ട് നമ്മൾ കൈ കൊണ്ട് തിക്കി വെക്കണം. അല്ലെന്നുണ്ടെങ്കിൽ പിന്നീടൊരു സമയത്ത് ഇത് നമ്മൾ പെട്ടെന്ന് കയറിയിരിക്കുമ്പോൾ ഇത് സ്ക്രാച്ച് ആവും. അതായത് സ്ക്രാച്ച് എന്നല്ല, അത് പൊട്ടും. അത് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ വെള്ളം ചേർക്കാതെ ഒരു മിക്സഡ് രൂപത്തിലാക്കി നമ്മൾ അതിൻ്റെ 4 സൈഡിലും, അതായത് ചവിട്ടുന്ന 2 സൈഡിലും നമ്മൾ ഉള്ളിലോട്ട് നമ്മൾ സിമെൻറ്റ് കയറ്റി വെക്കണം. അതായത് ഈ ചാന്ത് കയറ്റി വെക്കണം. അങ്ങനെ നമ്മൾ ആ ഭാഗമെല്ലാം ചാന്തിട്ട് നമ്മൾ ഫില്ല് ചെയ്തിട്ടുണ്ട്. കണ്ടാൽ അറിയാം, കണ്ടോ? 4 സൈഡും നമ്മൾ നല്ല രീതിയിൽ തന്നെ
ഉള്ളിൽ ഫില്ല് ചെയ്തിട്ടുണ്ട്. അതായത് മണ്ണിൻ്റെ മണ്ടയിൽ തന്നെ നമ്മൾ സിമെൻറ്റും പാറപ്പൊടിയും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇട്ടേക്കുന്നത്. അങ്ങനെ അതിൻ്റെ മണ്ടയിൽ നമ്മൾ ചെറിയൊരു ലെയർ കോൺക്രീറ്റ്, അതായത് നമ്മൾ മേശിരിമാർ ചെയ്യുന്നതാണ്, പക്ഷെ നമ്മൾ തന്നെ ഇത്രയും നമ്മൾ ചെയ്യുന്ന ആ ഏരിയ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് നമ്മൾ അത്രയും കോൺക്രീറ്റും ഇട്ട് കൊടുത്ത് സീറ്റിംഗ് ആക്കി വെച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി ആ കാണുന്ന ബെൽറ്റ് കനത്തിൽ നിന്ന് 1 ഇഞ്ച് പൊങ്ങിയാണ് ക്ലോസറ്റ് നിൽക്കുന്നത്. കാരണം ആ ബെൽറ്റ് കനത്തിൻ്റെ മണ്ടയിൽ കൂടെയാണ് നമുക്കിനി ടൈല് കനം വരേണ്ടത്. ഫ്ലോറിൽ പൊടി നിരത്തി ടൈല് കനം വരുമ്പം കറക്റ്റ് നമ്മുടെ ക്ലോസറ്റിൻ്റെമായിട്ട് ടച്ച് ചെയ്ത് പാരലായിട്ട് പോകുന്ന പോലെ നിൽക്കും. അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തേക്കുന്നത്. നമ്മൾ ഈ ബേസ്മെൻറ്റിൻ്റെ അവിടെ നിന്ന്, അതായത് ഈ ഭിത്തിയിൽ നിന്ന് വാളയിൽ നിന്ന് നമ്മൾ 1 അടിയാണ് എല്ലായിടത്തും തെള്ളി വെക്കുന്നത്. പക്ഷേ ഇവിടെ അങ്ങനെ വെക്കാൻ പറ്റിയില്ല. ഇവിടെ 1.5 ഇഞ്ചും കൂടെ നമുക്ക് എക്സ്ട്രാ വരുന്നുണ്ട്. കാരണം ആ പാറ തള്ളി നിൽക്കും, ബേസിൻ്റെ അകത്തുള്ള പാറ അങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വന്നത്. അതേപോലെ നമ്മൾ ട്രാപ്പിൻ്റെ സൈഡും നമ്മൾ കോൺക്രീറ്റ് ഇട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഈ കുറച്ച് ഭാഗം ഫില്ല് ചെയ്യാനുണ്ട്. കാരണം ഓൾറെഡി മേശിരിമാർ ഇവിടെ ഉണ്ട്, അടുത്ത ദിവസം പണിയുണ്ട്. അപ്പോൾ അവർ തന്നെ ഇട്ടേക്കാം എന്ന് പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ അത്രയും ഏരിയ കവർ ചെയ്യാതെ നമ്മൾ ഇത്രയും ചെയ്തേക്കുന്നത്. അങ്ങനെ നമ്മുടെ സെറ്റിങ് കഴിഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.